ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. മക്കളെ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് മക്കളെ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞല്ലോ 5-6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം മക്കളെ. പ്രയാസങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ ഇല്ല, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ശ്രദ്ധിച്ചോ, ഫസ്റ്റ് ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഡോർ ഒന്ന് ക്ലോസ് ചെയ്യൂ. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളാം. വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ? 1 കുളോം ആണ് ചാർജ് വരുന്നത്. എടാ, അവിടുത്തെ വർക്ക് എത്ര വരുന്നത്? 1 ജൂൾ ആണ്. ശ്രദ്ധിച്ചോ, 1 കുളോം 1 ജൂള്. എടാ, ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വരേണ്ടത് വാക്കവി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ? വാക്കവി. എടാ, ഇക്വേഷൻ ഏതാ? വാക്കവിയാണ്. എന്താ സാറേ വാക്കവി പറഞ്ഞ? മുകളിൽ W ഉണ്ടാവും, ഇവിടെ Q ഉണ്ടാവും, ഇവിടെ V ഉണ്ടാവും. ഇതാണ് വാക്കവി പറഞ്ഞ ഇക്വേഷൻ. എടാ, അതിൽ എന്തൊക്കെയാ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് നോക്കിയടാ. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്ത് തന്നിട്ടുണ്ട്? Q തന്നിട്ടുണ്ട്, ചാർജ് തന്നിട്ടുണ്ട് 1 ജൂൾ ആണ്. അതുപോലെ തന്നെ W വർക്ക് തന്നിട്ടുണ്ട് 1 ജൂൾ ആണ്. ചാർജ് 1 കുളോം ആണ്, വർക്ക് 1 ജൂൾ ആണ്. എന്താണ് കാണേണ്ടത്? അപ്പം സാറേ കാണേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം V ആണ് കാണേണ്ടത്. V കാണണമെങ്കിൽ ഇക്വേഷൻ ഏതാടാ? W/Q എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ V is equal to W/Q. W എന്ന് പറഞ്ഞാൽ 1 ആണ്, Q പറഞ്ഞാൽ 1 ആണ്. 1/1 is 1 വോൾട്ട്. ആൻസർ 1 വോൾട്ട് ആണ്. കൂടുതൽ സമയം കളയുന്നില്ല, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മക്കളെ. ഈ ഭാഗത്ത് നിന്ന് പ്രീവിയസ് ഇയർ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോ, ഒരു ചാലകത്തിലൂടെ X എന്ന ബിന്ദുവിൽ നിന്നും 2 കുളോം ചാർജ് Y എന്ന ബിന്ദുവിലേക്ക് എത്തിക്കാൻ 2 ജൂൾ പ്രവർത്തി ചെയ്തുവെങ്കിൽ അവയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം കാണാൻ പറഞ്ഞ മക്കളെ. ഇതേ സാധനം തന്നെ, സിമ്പിൾ ആണ് ഇത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ ഇടണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ത് ചെയ്യണം? ആൻസർ കമന്റ് ബോക്സിൽ ഇടാം. പ്രശ്നം ഉണ്ടാവോ, പ്രയാസം ഉണ്ടാവോ? എടാ, ഇതിന് ചെയ്യേണ്ടത് എങ്ങനെയാ? വീണ്ടും വാക്കവി എന്ന് പറഞ്ഞ ഇക്വേഷൻ V is equal to W/Q കേട്ടോ. V is equal to W/Q എന്നുള്ള ഇക്വേഷനെ വീണ്ടും കൊടുക്കണ്ടേ. ആൻസർ എത്ര വരെ നിങ്ങൾക്ക് അറിയാം, ഞാൻ കൂടുതൽ ചെയ്യുന്നില്ല. ഓക്കെ, കമന്റ് ചെയ്ത് കൊടുക്കട്ടെ എല്ലാവരും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3. എന്താടാ ക്വസ്റ്റ്യൻ നോക്കടാ. ശ്രദ്ധിച്ചോ, കറണ്ട് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില് ഇല്ലേ? കറണ്ട് ഫ്ലോ ത്രൂ ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് ഇസ് കണക്റ്റഡ് ടു 230 വോൾട്ട് സപ്ലൈ. ഓക്കെ, കറണ്ട് ഞാൻ എക്സാമ്പിൾ ആയിട്ട് കറണ്ട് ഇവിടെ കൊടുക്കും കേട്ടോ. ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, കാരണം എന്തായാലും കൊടുക്കാം. ഞാൻ 2 ആംപിയർ ആണ് കേട്ടോ കറണ്ട്. 2 ആംപിയർ ആണ് കറണ്ട് കേട്ടോ. മലയാളത്തിലും 2 ആംപിയർ, 2 ആംപിയർ, യെസ്, 2 ആംപിയർ ആണ് കറണ്ട്. ഓക്കെ, എങ്കിൽ മക്കൾ ശ്രദ്ധിച്ചോ, എന്താണ് ക്വസ്റ്റ്യനിലുള്ളത്? നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താ ക്വാണ്ടിറ്റി ഓഫ് ചാർജ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചാർജിന്റെ അളവ് എത്ര എന്നുള്ളതാണ്. എടാ, ചാർജ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം Q is equal to Q അല്ലാടാ ചോദിച്ചേ. ചാർജ് ചോദിക്കുകയാണെങ്കിൽ മക്കളെ ഇക്വേഷൻ അതാണ്. Q is equal to IT. എന്താ ഇക്വേഷൻ? Q is equal to IT. എന്താ ഇക്വേഷൻ? Q is equal to IT. എടാ, I എത്രയുടെ ക്വസ്റ്റ്യൻ? 2 ആണ്. T എത്രയുടെ? ടൈം എത്രയുടെ? ടൈം 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റ് നമുക്ക് എങ്ങനെയാണ് സെക്കൻഡിലേക്ക് മാറ്റുക? 5 into 300. എത്രടാ? സോറി, 5 into 60 അല്ലെ? 5 into 60, 300 സെക്കൻഡ് എന്ന് വരും. അപ്പൊ 2 into 300 എത്ര വരൂടാ? 600 കൂളോം. ഏതാടാ? ഓപ്ഷൻ സി അല്ലെ, ഓപ്ഷൻ 3. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്താണ്? റെസിസ്റ്റൻസ് കാണാനാ പറഞ്ഞത്. എടാ, ക്വസ്റ്റ്യൻ എന്തൊക്കെയുണ്ട്? V തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്. അപ്പൊ R is equal to V/I എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. V/I. V എത്രടാ? 230 divided by I എത്രടാ? 2. ആൻസർ എത്ര വരിക? 115 Ohm. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസും കിട്ടി. കാൽക്കുലേറ്റ് പവർ ആണ് അടുത്ത് കാണാൻ പറഞ്ഞത്. എടാ, പവർ കാണാൻ പറഞ്ഞു. എടാ, നിങ്ങൾക്ക് അറിയാം ഇക്വേഷൻ P is equal to VI. എന്താ ഇക്വേഷൻ? P is equal to VI. V എത്രടാ? 230. I എത്രടാ? 2. The answer is 460 watt. പവർ എത്രടാ? 460 watt. പ്രശ്നമുണ്ടോ? ഇവിടെ ലാസ്റ്റ് ഹീറ്റ് കാണാൻ പറഞ്ഞു. H is equal to മക്കളെ ഇക്വേഷൻ ഏതാ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹീറ്റ് കാണാൻ മക്കളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ഇക്വേഷൻ അറിയോ മക്കളെ? ക്വസ്റ്റ്യനിൽ പവർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഇക്വേഷൻ H is equal to PT എന്നാണ്. വേറെ പല ഇക്വേഷനുകൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും. H is equal to I²RT, H is equal to V²T/R, H is equal to വിറ്റ് എന്നുള്ള പല ഇക്വേഷൻസ് നിങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, പവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ the one and only equation H is equal to PT is the right answer. മറ്റൊന്നും ശരിയല്ല എന്നല്ല, ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. കാരണം ആൻസർ കീയിൽ ഇതാണ്ടാവാം. പഠിച്ചോളി. അപ്പൊ P എത്രയാടാ? 460 into T എത്രയുടെ? ടൈം എത്രയുടെ? 300. ഓക്കെ, ചെയ്ത് നോക്കുക. ഓക്കെ, 46 into 3 എത്ര വരടാ?
120 138 അല്ലേ, അല്ലെ 40 × 3 120 വരും. പിന്നെ മറ്റത് 18 വരും. അപ്പൊ 138 പിന്നെ 3 0 ഉണ്ട്. ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യന്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്, ഒന്ന് ചെയ്ത് പഠിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നല്ല ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളി, വെരി 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 ഇമ്പോർട്ടന്റ്. എടാ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 230 വോൾട്ട്, എന്താ വോൾട്ടേജ് തന്നിട്ടുണ്ട് 230. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നതൊക്കെ എടുത്ത് എഴുതാൻ നല്ല ശീലമാണ്. പവർ തന്നിട്ടുണ്ട് 115 വാട്ട് ആണ് പവർ. ടൈം എത്രയടാ, 10 മിനിറ്റ് ആണ്. അതിനെ സെക്കൻഡിലേക്ക് മാറ്റുക. അപ്പൊ എത്രയടാ, 10 × 60 പറയുമ്പം 600 സെക്കൻഡ്. ഓക്കെ, എടാ കറണ്ട് എത്ര എന്നുള്ളതാണ് ചോദിക്കുന്നത്. എടാ ഇവിടുന്ന് കറണ്ട് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട സാധനം എത്രയേ ഉള്ളൂ, I = വാട്ടേജ് ബൈ വോൾട്ടേജ്. എത്രയുടെ വാട്ടേജ്, പവർ എത്രയുടെ തന്നത് 115 ബൈ വോൾട്ടേജ് എത്രയുടെ 230. ഓക്കെ, അപ്പൊ നമുക്ക് കട്ട് ചെയ്തൂടെ ശ്രദ്ധിച്ചോടാം. എടാ 115 എത്ര 115 ഉണ്ട്, 1. 230 എത്ര ഉണ്ട് അവിടെ, 2. 1/2 ആംപിയർ ആണ് ആൻസർ. എത്രടാ, 1/2 ആംപിയർ. പ്രയാസം ഉണ്ടാവോ, ഇല്ല. എടാ ബി ക്വസ്റ്റ്യൻ നോക്കടാ, അവിടെ എത്ര ഇലക്ട്രിക് ചാർജ് 10 മിനിറ്റ് കൊണ്ട് എത്ര ചാർജ് ഉണ്ടായി എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. എത്ര ചാർജ് ഇതിലൂടെ പോയി എന്നുള്ളതാണ് ചോദ്യം. എടാ ചാർജ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, Q = IT എന്നുള്ള ഇക്വേഷൻ. I എത്രയുടെ ക്വസ്റ്റ്യൻ തന്നെ, I നമ്മൾ കണ്ടു 1/2. ടൈം 600 ആണ്. അപ്പൊ 1/2 × 600, the answer is 300 coulomb. എങ്ങനെയാണ് 1/2 ഹാഫ് ആണ്, 600 ഹാഫ് ആണ് 300 ആണ്, പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകണം. അഞ്ചാമത്തെ ചോദ്യം നോക്കണം. ആംബിയറേജ് ഓഫ് എ ഫ്യൂസ് വയർ ഇൻ എ സർക്യൂട്ട് ദാറ്റ് വർക്ക്സ് ഓൺ 230 വോൾട്ട്. അപ്പൊ എന്ത് തന്നിട്ടുണ്ട്, വോൾട്ടേജ് അല്ലെ, 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന 230 വോൾട്ട് ആണ് അവിടുത്തെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവിടുത്തെ ആംബിയറേജ്, അതായത് ഉപകരണത്തിന്റെ ആംബിയറേജ്, കറണ്ട് എത്രയാണ്, കറണ്ട് ആംബിയറേജ് കറണ്ട് ഒന്നും തന്നെ കേട്ടോ, 2.2 ആംബിയർ ആണ്. നിങ്ങളോട് ചോദിച്ച പവർ കാണാനാണ്. പവർ കാണാനുള്ള ഒരു ചോദ്യം ഷുവർ ആണ്. നാളത്തെ ചോദ്യ പേപ്പറിൽ പവർ കാണാനുള്ള ഒരു ചോദ്യം ഉണ്ടാവും മക്കളെ, പഠിച്ചു വെച്ചോളി. അപ്പൊ ശ്രദ്ധിച്ചോ, പവർ കാണാനുള്ള ഇക്വേഷൻ P = VI. then V എത്രയടാ, 230 × 2.2. the answer is 506 കേട്ടോ, 506. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയത്, ഇൻറ്റു ചെയ്താൽ മതി, ഇൻറ്റു ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പൊ അത് ഏതിന്റെ ഇടയിലാണ് വരിക, എടാ നോക്ക്, 506 എന്ന് പറഞ്ഞാൽ 500ന്റെയും 510ന്റെയും ഇടയിലാണ് അല്ലെ. അപ്പൊ ആൻസർ ഏതാണ്, മൂന്നാമത്തതാണ്. പ്രശ്നം ഉണ്ടോ, ഇല്ല. ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ എന്താണ്, ഹീറ്റിംഗ്. എടാ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്, ഇത്രത്തോളം പ്രോബ്ലംസ് ഉള്ളത് നിങ്ങൾക്ക് അറിയാം. എടാ ഇവിടെ തന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ റെസിസ്റ്റൻസ് ക്വസ്റ്റ്യൻ തന്നത് എത്രയെന്ന് എഴുതാം, 115 ഓം. ക്വസ്റ്റ്യൻ തന്നത് എടുത്തത് നല്ല ശീലം കേട്ടോ, അല്ലെ. ഒരു ഉപകരണത്തിന്റെ പ്രതിരോധം ക്വസ്റ്റ്യൻ തന്നിട്ട് 115 ഓം. കറണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2 ആംപിയർ. കറണ്ട് എത്രടാ, 2 ആംപിയറിന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ളത്, പവർ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. എടാ പവർ കാണാനുള്ള ഒരുപാട് ചോദ്യങ്ങൾ സാർ ചെയ്യുന്നുണ്ട്. P = എടാ I ഉണ്ട് R, ഏതാ ഇക്വേഷൻ, I² R. ഏതാ ഇക്വേഷൻ, I² R. എടാ 2² × R പറഞ്ഞാൽ 115. 2² പറഞ്ഞാൽ 4 × 115. എടാ നിങ്ങൾ എന്ത് ചെയ്തു, ഒന്ന് കൂട്ടി നോക്കി മൾട്ടിപ്ലൈ ചെയ്തൊക്കെ മനസ്സിലാവും. 460. സീനുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ഇല്ല. സിമ്പിളാ, വളരെ സിമ്പിളാ. എടാ ബി ക്വസ്റ്റ്യൻ, ഇഫ് ദ വർക്ക് ഈസ് 5 മിനിറ്റ് ഫൈൻഡ് ദ ഹീറ്റ്. എടാ 5 മിനിറ്റ് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ താപം കണ്ടെത്തുക. മക്കളെ നിങ്ങൾ ഇനി മനസ്സുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, ഏത് ഇക്വേഷനാ സാർ എടുക്കാൻ പറഞ്ഞേ. എടാ പവർ ക്വസ്റ്റ്യനിൽ കണ്ടാല് ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ H = PT. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ് മക്കളെ, നിങ്ങളത് മറന്നു പോകരുത്, മാറിപ്പോകരുത്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഇത് വീണ്ടും സാർ പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും അതേപോലുള്ള ചോദ്യങ്ങൾ വീണ്ടും ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോ, H = പവർ എത്രയടാ, 460 × ടൈം എത്രയടാ, ടൈം ക്വസ്റ്റ്യൻ 5 മിനിറ്റ് എന്നാണ് തന്നെ. 5 മിനിറ്റ് പറഞ്ഞാൽ 300 സെക്കൻഡ് ആണ് അല്ലെ. ഓക്കെ, നേരത്തെ അതേപോലെ തന്നെ വരും അല്ലെ. 46 × 3 നേരത്തെ നമ്മൾ ചെയ്തിരുന്നു, 18 12 138. പിന്നെ എത്ര സീറോ ഉണ്ടോ, 3 0. സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സീനൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 7 നമ്മൾ പോകുന്നു. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട് അറിയോ, ക്വസ്റ്റ്യൻ തന്ന സാധനങ്ങൾ വൃത്തിക്കാൻ പറയാം.
ഓക്കെ, എത്ര ഉണ്ട്? 60 ഓം. എടാ പ്രതിരോധം ക്വസ്റ്റ്യൻ എത്ര തന്ന്? റെസിസ്റ്റൻസ് എത്ര തന്ന്? 60 ഓം, 60 ഓം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹീറ്റിംഗ് കോയിൽ 250 വോൾട്ട് അല്ലെ, 250 വോൾട്ട് തന്നിട്ടുണ്ട്. വോൾട്ടേജ് 240 വോൾട്ട് തന്നിട്ടുണ്ട്. പ്രശ്നം ഉണ്ടോ? പ്രയാസമില്ല. എടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിന്റെ പവർ കാണാനാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നു. പവർ കാണാൻ P is equal to V square by R എന്നുള്ള ഇക്വേഷൻ എടുക്കുന്നു. V square എത്രടാ? 240 into 240. സാർ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ബൈ R എന്താ 60. എപ്പോഴും മക്കൾ ശ്രദ്ധിച്ചോ. എടാ V square എനിക്ക് ഇങ്ങനെ എഴുതാം, 240 സ്ക്വയർ ബൈ 60. അപ്പൊ എനിക്ക് കട്ട് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യാം ഇങ്ങനെ സ്ക്വയർ വരുന്ന സമയത്ത് രണ്ടെണ്ണം ആക്കിയതും സ്ക്വയർ ഇടുന്നതിന് പകരം 240 into 240 divided by 60. അപ്പൊ എനിക്ക് കട്ട് ചെയ്യാൻ എളുപ്പം. ഓക്കെ, അപ്പൊ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മക്കളെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിച്ചോ, നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. 0 കട്ട് ചെയ്തു. ബാക്കിയുള്ളത് എത്രടാ? 240 into 24 divided by 6 അല്ലെ. എടാ 24ൽ എത്ര 6 ഉണ്ട്? 24ൽ എത്ര 6 ഉണ്ട്? 4 എണ്ണം. 6ൽ എത്ര 6 ഉണ്ട്? 1. അപ്പൊ ബാക്കി എന്താടാ വരിക? ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4, ഇവിടെ 1. ബാക്കി എന്താ വരിക? 240 into 4 അല്ലെ. എടാ 24 into 4 ചെയ്ത് നോക്കുക അല്ലെ. 4 4 16, 4 into 4 8 9 96 വരും. അപ്പം പവർ P is equal to 96. ഇവിടെ ഒരു 0 അല്ലേ? 0, 960 സിമ്പിൾ അല്ലടാ, ഒരു പ്രശ്നമില്ലല്ലോ. എടാ അടുത്ത ബി ഗസ്റ്റ് നോക്ക്. പ്രീവിയസ് ഇയർ ആണേ ശ്രദ്ധിക്കണം. 5 മിനിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? 5 മിനിറ്റ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന താപം. എടാ കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് കാണാനാ പറഞ്ഞത്. ഓക്കെ, ഹീറ്റ് കാണാനാ പറഞ്ഞത്. അപ്പൊ ശ്രദ്ധിച്ചോ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ, അതിനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചോ. ഹീറ്റ് കാണാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഹീറ്റ് കാണാൻ എന്താണ് ഇക്വേഷൻ? എടാ ക്വസ്റ്റ്യനിൽ പവർ എന്ന ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇനിയും പറയണോ? H is equal to PT. അതാണ് പഠിച്ച കേട്ടോ. പവർ എത്രയുടെ? 960 ആണ്. ടൈം എത്ര ക്വസ്റ്റ്യൻ എന്ന്? 5 മിനിറ്റ്സ് ആണ്, 300. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 96 into 3 ചെയ്താൽ 6 into 3 18 ആണ്. 3 into 9 27 ആണ്. 28 വരും. ഓക്കെ, എത്ര 0 ഉണ്ട്? 1 2 3 1 2 3. പ്രയാസം ഉണ്ടോ? പ്രശ്നം ഉണ്ടോടാ? പ്രശ്നങ്ങളുണ്ടോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണതാ? നല്ല വൃത്തി പഠിച്ചു വെക്കണം. സീനുണ്ടോ? അപ്പൊ മക്കളെ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അല്ലെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എന്താ ഉള്ളത്? ഇനി 10 മണിക്കൂർ പ്രവർത്തിച്ചാൽ വിനിയോഗിക്കുന്ന ഊർജത്തിന്റെ അളവ് വ്യാവസായിക യൂണിറ്റിൽ കണക്കാക്കുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എടാ ഇത് continuously works on appliance, continuously works on 10 hours. Calculate the energy consumed in commercial unit. എടാ ഇത് കാണാൻ പറഞ്ഞാൽ എന്താ അറിയോ? നമുക്കറിയാലോ ഈസ് ഈക്വൽ ടു PT by 1000. സാറേ ഇത് 3rd ചാപ്റ്റർ അല്ലേ? പക്ഷെ ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു തവണ ചോദിച്ചു. എന്താ ചോദിച്ചാൽ കൊമേഴ്ഷ്യൽ യൂണിറ്റിൽ നമ്മളോട് എന്താണ് എനർജി കാണാനാണ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് അല്ലെങ്കിൽ വ്യാവസായിക യൂണിറ്റ് നമ്മൾ പഠിച്ച 3rd ചാപ്റ്ററിൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു PT by 1000. പവർ എത്രയടാ? പവർ എത്ര നമുക്ക് കിട്ടി ഓൾറെഡി? എത്രയടാ? 960. ടൈം 10 ഹവർ എന്നാ പറഞ്ഞത്. നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റണോ? വേണ്ട, കാരണം ഈ ഈക്വൽ ടു PT by 1000 സെക്കൻഡിലേക്ക് മാറ്റുന്ന പരിപാടി ഇല്ല. ബൈ എത്രയുടെ ഉള്ളത്? 1000. ഓക്കെ, ഇതല്ലടാ തന്ന ക്വസ്റ്റ്യൻ, വേറെ ഒന്നുമില്ല. യെസ്, 0 കട്ട് ചെയ്യുന്ന വേറെ കളർ ഉണ്ടാക്കാം. 0 കട്ട് ചെയ്തു, ഇവിടെ 0 കട്ട് ചെയ്തു. ബാക്കി എത്രയുള്ളത്? 96 by 10 എന്ന് പറഞ്ഞാൽ 9.6 kWh. ഓക്കെ, നല്ലൊരു ചോദ്യം, നല്ല അടിപൊളി ആൻസർ. അപ്പൊ മക്കളെ നമ്മൾ 7ാമത്തെ ചോദ്യം കഴിഞ്ഞതാ 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 8ാമത്തെ അതിമനോഹരമായ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? നല്ല ചോദ്യമാണ്. ഇവിടെ 1000 ജൂൾ ആണ് ഉള്ളത്. എന്തുള്ള അവിടെയുള്ള ഹീറ്റ് 1000 ജൂൾ ആണ്. ഇവിടെ വൈദ്യുത പ്രവാഹ തീവ്രത ഇരട്ടിയാക്കിയാൽ, അതായത് കറണ്ട് ഡബിൾ ആക്കിയാൽ ഹീറ്റ് എത്ര ആവുന്നുള്ളത്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? എടാ ഹീറ്റ് ക്വസ്റ്റ്യനിൽ തന്നു, നിങ്ങളോട് കറണ്ട് എന്ത് ചെയ്തു? ഡബിൾ ആക്കി. കറണ്ടിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ, കറണ്ടിനെ കുറിച്ച് മാത്രമേ ക്വസ്റ്റ്യനിൽ പറയുന്നുള്ളൂ. കറണ്ട് ഡബിൾ ആക്കി ഹീറ്റ് എന്താണെന്നുള്ള ചോദ്യം. കറണ്ട് ഇരട്ടിയാക്കിയാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക? H ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ I സ്ക്വയർ. നിങ്ങൾക്ക് അറിയാം H is equal to I സ്ക്വയർ. H ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ I സ്ക്വയർ RT നിങ്ങൾ പഠിച്ച H നേർ അനുപാതങ്ങൾ പഠിച്ചതാ. എന്നിട്ട് നിങ്ങൾക്ക് അറിയാം H എത്രയാക്കി? ഡബിൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 2 അല്ലെ. ഇരട്ടി പറഞ്ഞാൽ 2. ഐന് പകരം 2 കൊടുക്കുക, മുകളിൽ ഒരു സ്ക്വയർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി H is equal to 2ന്റെ സ്ക്വയർ പറഞ്ഞാൽ 4 ടൈംസ്. H എത്ര ടൈംസ് ആടാ? 4 ടൈംസ്. H എത്ര തവണ? 4 ടൈംസിന് മലയാളത്തിൽ തവണ. H 4 തവണ കൂടി. എഴുതിക്കൂടെ?
ഇതിൽ കൂടെ പ്രയാസമുണ്ടോ പ്രശ്നമുണ്ടോ എങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ഞാൻ ചോദിക്കാം. എച്ച് നിങ്ങളോട് പറയാണ്, എച്ച് കറണ്ട് 5 തവണ കൂട്ടി. എത്ര പറഞ്ഞു? 5 തവണ കൂട്ടി. 5 ടൈംസ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഐ സ്ക്വയറിന് എഴുതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 5 തവണ അല്ലേ, അപ്പൊ 5 സ്ക്വയറിന് എഴുതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? എച്ച് ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ ആണ് 25 അല്ലേ, അപ്പൊ 25 ടൈംസ് അല്ലെങ്കിൽ 25 തവണ ആണ് എഴുതി. പ്രശ്നമുണ്ടോ? ഇല്ല. എടാ ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ശ്രദ്ധിച്ചോ, ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കണം. ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? കറണ്ട് ഹാഫ് ആക്കി, വൈദ്യുത തീവ്രത പകുതിയാക്കി, ഹാഫ് ആക്കി. അപ്പൊ നമുക്കറിയാം എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ. എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഹാഫിന്റെ സ്ക്വയർ. അപ്പൊ എച്ച് ഈക്വൽ ടു ഹാഫിന്റെ സ്ക്വയർ ആണ് 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. എച്ച് എത്രയുടെ? 1/4 ടൈംസ് അല്ലെങ്കിൽ 1/4 തവണ. കറണ്ട് കുറച്ചാൽ ഹീറ്റ് കുറയും, കറണ്ട് കൂട്ടിയാൽ ഹീറ്റ് കൂടും. അപ്പൊ ഇവിടെ 4 ടൈംസ് ഹീറ്റ് കൂടി, ഇവിടെ 1/4 ടൈംസ് ഹീറ്റ് കുറഞ്ഞു. ഇതിൽ കൂടെ പ്രയാസം ഉണ്ടാവും മക്കളെ, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, എനിക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കുറെ ആൾക്കാർക്ക് നമ്പർ ഞാൻ തന്നതാണ്, നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്പർ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. ഓക്കെ, സീനൊന്നുമില്ല. ഇത് നോക്കടാ. അത് കഴിഞ്ഞാല് 9ാമത്തെ ക്വസ്റ്റ്യന് നോക്കടാ. 9ാമത്തെ ക്വസ്റ്റ്യന് എടാ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? വോൾട്ടേജ് തന്നിട്ടുണ്ട്, വാട്ടേജ് തന്നിട്ടുണ്ട്. അയ്യോ, ഇവിടെ സ്പേസ് ഇല്ല അല്ലെ. ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, ഒരു സ്പേസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്രയാ? 200 വോൾട്ട്. വാട്ടേജ് തന്നിട്ടുണ്ട്. പവർ എത്രയാടാ? 500 വാട്ട്. ഓക്കെ, വേറെന്താടാ ക്വസ്റ്റ്യൻ എന്താ? വാട്ടേജ് പറഞ്ഞ പവർ ആട്ടോ. പിന്നെ എന്താ ക്വസ്റ്റ്യൻ? എന്ത്? കാൽക്കുലേറ്റ് ഇലക്ട്രിക് കറണ്ട് കാണാനാ പറഞ്ഞത്. എടാ ഇവിടുത്തെ കറണ്ട് കാണാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കണം. ഈ കറണ്ട് കാണാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? വാട്ടേജ് ബൈ വോൾട്ടേജ് 500/200. അപ്പൊ എന്ത് ചെയ്യണം? 0 വെട്ടണം. 0 വെട്ടിയാല് 5/2 പറഞ്ഞാൽ 5ന്റെ പകുതി എത്രയടാ? 2.5 ആംപിയർ. പ്രശ്നമുണ്ടോ? ഇല്ല. എടാ അത് കഴിഞ്ഞാൽ അടുത്തത് ബി ക്വസ്റ്റ്യന്, വാട്ട് വിൽ ബി ദ ആംപിയറേജ്? ആംപിയറേജ് നോക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കൂടുതലുള്ളതാണ് എടുക്കേണ്ടത്. നമുക്ക് കിട്ടിയത് എത്രയടാ? 2.5 അല്ലേ? 2.5 ആണ് നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. പക്ഷെ 2.5 അല്ല നമ്മൾ ആംപിയറേജ് എടുക്കുന്നത്, അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലുള്ളത്. അപ്പൊ ആംപിയറേജ് ഏതാ എടുക്കേണ്ടത്? 3 ആണ് എടുക്കേണ്ടത് കേട്ടോ. ആംപിയറേജ് എത്ര എടുക്കേണ്ടത്? 3 ആണ് എടുക്കേണ്ടത് കേട്ടോ. നമുക്ക് കിട്ടിയ കറണ്ടിനേക്കാളും കുറച്ച് കൂടുതലുള്ളതാണ് ആംപിയറേജ് ആയിട്ട് നമ്മളോട് എടുക്കാൻ പറയും. എന്ത്? ഫ്യൂസിന് സ്യൂട്ടബിൾ ആയിട്ട് ആംപിയറേജ് നമ്മളോട് എടുക്കാൻ പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് എത്രയാണ്? 3 ആംപിയറിന്റെ ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എത്രയാണ്? അത് ഇവിടുത്തെ പ്രതിരോധം, റെസിസ്റ്റൻസ് കാണാൻ പറയും. ഇങ്ങനെ ഒരു ചോദ്യത്തിന് റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് അറിയാം. എന്തായിരുന്നു ഇക്വേഷന്? സി ക്വസ്റ്റ്യൻ ഇക്വേഷന് എടാ റെസിസ്റ്റൻസ് കാണണം. വി തന്നിട്ടുണ്ട്, പി തന്നിട്ടുണ്ട്. എന്തായിരുന്നു ഇക്വേഷൻ? വി സ്ക്വയർ ബൈ പി. എടാ വി സ്ക്വയർ പറയുമ്പോൾ 200ന്റെ സ്ക്വയർ 200 × 200. എപ്പോഴും ഞാൻ പറഞ്ഞ സ്ക്വയർ ഇടുമ്പോൾ ഇങ്ങനെ എഴുതണം. പി എത്രയടാ? 500. 0 വെട്ടി. ദെൻ 200 ഇൻറ്റു ഇവിടെ ഒരു 200 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 200 × 2 400. 400/5. എടാ 40ൽ എത്ര 5 ഉണ്ട്? 8 എണ്ണം. പിന്നെ ഒരു 0 ഉണ്ട്. 80 ആണ്. 80. പ്രയാസം ഉണ്ടോ? സിമ്പിൾ, സീനൊന്നുമില്ല. 9ാമത്തെ ചോദ്യം കഴിഞ്ഞ് നമ്മൾ 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. സെയിം ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്തു നോക്കാം. ആംപിയറേജ് എത്രയെന്ന് ചോദിക്കുന്നുണ്ട്, ആംപിയറേജ് കറണ്ട് എത്രയെന്ന് ചോദിക്കുന്നുണ്ട്, ഹീറ്റ് എത്രയെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നല്ലൊരു ചോദ്യം കാണുന്നുണ്ട്, അതിലേക്കാണ് ഞാൻ വരുന്നത്. ശ്രദ്ധിച്ചു. ഓക്കെ, നോക്കണം. എ ക്വസ്റ്റ്യൻ എന്താടാ? എന്താ? ആംപിയറേജ് കാണാൻ ആംപിയറേജ് എസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. വാട്ടേജ് ക്വസ്റ്റ്യൻ തന്നെ എത്രയടാ? 60. 60/240. മലയാളം എഴുതുകാർക്ക് ആംപിയറേജ് കണ്ട് ആംപിയറേജ്. ഓക്കെ, പിന്നെ ഇത് കറണ്ട് ആണ് കാണുന്നത്. കറണ്ട്, ഇത് താപം. ഓക്കെ, ഇത് വോൾട്ടേജ്. 120 വോൾട്ടായി കുറച്ചാൽ പുതിയ പവർ എത്ര? അതാണ് സാധനം കേട്ടോ. അപ്പൊ നോക്കണം. ആംപിയറേജ് നമ്മൾ കണ്ടില്ല. 0 വെട്ടി കഴിഞ്ഞാൽ 6/24 വരും. 6ൽ എത്ര? 6 1. 24ൽ എത്ര ഉണ്ട്? 4. 1/4 ആംപിയർ. ഓക്കെ, അത് കഴിഞ്ഞാൽ കറണ്ട് കാണാൻ പറഞ്ഞു മക്കളെ. വലിയ സംഭവം കണ്ട. ആംപിയർ എത്രയാണോ അതന്നെയാണ് കറണ്ട് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ടോപ്പായി വലിയ ഇതാക്കണ്ട. ആംപിയറേജ് 1/4 ആണ്.
കറണ്ടും 1/4 എഴുതി കൊടുത്താൽ മതി. ഓക്കെ, സി ക്വസ്റ്റ്യൻ ആൻസർ എന്താടാ? സി ക്വസ്റ്റ്യൻ ഹീറ്റ് കാണാനാണ്. എച്ച് സി ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം പവർ ഉള്ള ഇക്വേഷൻ എച്ച് സി ഈക്വൽ ടു പി ടി ആണ് എടുക്കേണ്ടത്. പവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 60, ടൈം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് പറഞ്ഞാൽ 300 സെക്കൻഡ്. 6 into 3 പറഞ്ഞാൽ 18, 18 ആണ്. 1 2 3 3 0 ആണുള്ളത്. 18 ജൂൾ. കിടിലം. അടുത്ത ചോദ്യം പൊളി ക്വസ്റ്റ്യൻ. പൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇയാളൊക്കെ ഒന്ന് മൂലക്കിലേക്ക് ഒതുക്കി വെക്കാം, കാരണം ആ ലെവൽ ചോദ്യം. ശ്രദ്ധിച്ചോ, ഡി ക്വസ്റ്റ്യൻ. നമ്മളോട് പറഞ്ഞത് ഇവിടെ വോൾട്ടേജ് 240 വോൾട്ട് ആയിരുന്നു, അതിപ്പോ 120 ആയിട്ട് കുറച്ചു. 240 വോൾട്ട് ആയപ്പോ അവിടെ പവർ 60 വാട്ട് ആയിരുന്നു. ഇപ്പത്തെ പവർ എത്ര എന്നുള്ള ചോദിക്കുമ്പോൾ കുറെ ആൾക്കാർ 30 എന്ന് പറയും. ഇങ്ങനെ പറയരുത് ചങ്ങായിമാരെ, തെറ്റാണ്. എന്തുകൊണ്ടാ 30 അല്ലാത്തടാ? എന്തുകൊണ്ടാ 30 അല്ലാത്തടാ? എന്തുകൊണ്ടാ അല്ലാത്ത? ശ്രദ്ധിച്ചോ, അതിന്റെ ആൻസർ ശ്രദ്ധിച്ചോ, കൃത്യമായിട്ട് സാറ് പറഞ്ഞാൽ 240 വോൾട്ട് എന്ന് പറയുന്ന സമയത്ത് 60 വാട്ട് അല്ലെങ്കിൽ 120 വോൾട്ട് എന്ന് പറയുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ഇക്വേഷൻ ഏതാണ്? പി സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. പി സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നല്ലാത്ത ഒരു ഇക്വേഷനും മക്കളെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയൂല. അത് ഏത് ഇക്വേഷൻ? പി സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. പഠിച്ചൂടെ? പി സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നുള്ള ഒറ്റ ഇക്വേഷൻ മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പി സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ ശ്രദ്ധിച്ചോ മക്കൾ, എല്ലാവരും ശ്രദ്ധിച്ചോ. എടാ ഇവിടെ 6 സാറേ, 6 ഇനി ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അത് അറിയില്ലെങ്കിൽ അത് കണ്ടെത്തണം, അത്രേ ഉള്ളൂ. 6 ഇങ്ങോട്ട് കൊടുക്കുക, പി താഴെ കൊടുക്കുക. അപ്പൊ നമുക്ക് 6ന്റെ ഇക്വേഷൻ 6 ഈക്വൽ ടു, ഞാൻ അത് വേറൊരു കളറിലായിരുന്നു. ശ്രദ്ധിച്ചു, ഇവിടെ നിങ്ങട്ടുള്ള ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഇക്വേഷൻ പി സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നല്ലാതെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് മാർക്ക് ചെയ്തിടുക. ഓക്കെ, അപ്പൊ സാറേ നമുക്ക് 6 കാണണം. അപ്പൊ 6 ആദ്യം കണ്ടത്. അപ്പൊ നമ്മൾ 6 കാണുകയാണ്. 6 ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി. ഓക്കെ, എടാ വി സ്ക്വയർ എത്രടാ? 240ന്റെ സ്ക്വയർ 240 into 240 ബൈ പി എത്രടാ? പവർ എത്രടാ? 60. 0 0 വെട്ടി. 24 എത്ര 6 ഉണ്ടടാ? 24 എത്ര 6 ഉണ്ട്? 4 എണ്ണം. 6 എത്ര 6 ഉണ്ട്? 1. 240 into 4 എത്രടാ? 960 ഓം. ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, സിമ്പിളാ. ഓക്കെ, എടാ വീണ്ടും ഈ ഇക്വേഷൻ എടുക്കാം. ഇനി വീണ്ടും പി സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ഇനി നമുക്ക് പുതിയ പവറാ കിട്ടണ്ടേ, ന്യൂ പവറാ കിട്ടണ്ടേ. അപ്പൊ ശ്രദ്ധിച്ചോ, പുതിയ വി എടുക്കുക. പുതിയ വി എത്രടാ? 120 into 120 ബൈ ആർ എത്ര ക്വസ്റ്റിൽ വന്ന്? 960. 0 0 വെട്ടി. ഓക്കെ, ബാക്കിയുള്ളത് 120 into 12 ബൈ 96. എടാ 12 എത്ര? 12 1. 96 എത്ര ഉണ്ട്? 8. ദെൻ 120 ബൈ 8 എത്രയുടെ ഉത്തരം വരിക? 15. മക്കൾ ശ്രദ്ധിച്ചോട്ടോ, ഇനി ഒരു ട്രിക്ക് പറഞ്ഞു. ഓക്കെ, ഒരു ട്രിക്ക് പറഞ്ഞു. 15 ആണല്ലോ ആൻസർ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക? ഇവിടെ 240 ഉള്ളതിനെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തോടാ? ഇവിടെ നമ്മൾ 120 ആയിട്ട് കുറച്ചു. അപ്പൊ 60 ഉള്ളതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പകുതി എടുക്കുക. അപ്പൊ 30. അതിന്റെ പകുതി എടുത്ത് നോക്ക്, 15. റെഡിയാണ്? എന്താ ചെയ്ത് വോൾട്ടേജിനെ ഞാൻ പകുതിയാക്കിയപ്പം പവറിനെ നിങ്ങൾ എന്ത് ചെയ്യുന്ന? പകുതിയുടെ പകുതി ആക്കിയാൽ മതി. പവറിന്റെ പകുതി 60ന്റെ പകുതി 30, അതിന്റെ പകുതി എടുത്ത 15. റെഡിയാ? അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറയണം കേട്ടോ. ഇതിന്റെ ഉത്തരം നിങ്ങൾ ഇനി കമന്റ് ചെയ്തേ. എടാ ആദ്യം ഇവിടെ കളർ ചെയ്യാം. ഓക്കെ, ആദ്യം ഇവിടെ എടാ 800 വാട്ടും 250 വോൾട്ട് വരും. ഈ വോൾട്ടേജ് എന്ത് ചെയ്തടാ? പകുതിയായിട്ട് കുറച്ചു. വോൾട്ടേജ് പകുതിയാക്കി കുറക്കുമ്പോൾ പവർ എന്ത് ചെയ്യണം? പകുതിയുടെ പകുതി. 800ന്റെ പകുതി 400, അതിന്റെ പകുതി 200 ആയിരിക്കും ഉത്തരം. നിങ്ങൾ ചെയ്തിട്ട് ആൻസർ 200 കിട്ടുന്നുണ്ടോ നോക്ക്. നിങ്ങൾ എങ്ങനെ ചെയ്യണം? ഇതേമാതിരി ചെയ്യണം കേട്ടോ. പക്ഷെ നമുക്ക് ഉത്തരം ആദ്യം അറിയാം. ആരോട് പറയണ്ട. 200 വാട്ട്. ഓക്കെ, 200 വാട്ടാണ് ഉത്തരം. നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി, 200 വാട്ട്. അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കടാ. പവർ എത്ര ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? പവർ അല്ല, ആദ്യം വോൾട്ടേജ് 220 വോൾട്ട് ആണ്. അതിന് നമ്മൾ 110 ആയിട്ട് കുറച്ച് പകുതിയാക്കി. എങ്കിൽ 100 വാട്ടിനെ പവർ എത്ര കുറയും? പവർ എന്താ ചെയ്യാ? പകുതി എടുക്കുക, 50. അതിന്റെ പകുതി എടുക്കുക, 25 ആയിട്ട് കുറയും. അല്ലേ? കിട്ടിയോ? സാധനം കിട്ടിയോ? എടാ ഇത് ട്രിക്കാണ്. നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് സാറ് ഒരു ക്വസ്റ്റ്യൻ സാറ് സെറ്റ് ആക്കി പറഞ്ഞതാണ്. അത് നിങ്ങൾ അതുപോലെ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി മക്കൾ ശ്രദ്ധിച്ചോ, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഹീറ്ററിന്റെ ക്വസ്റ്റ്യൻ. എടാ ക്വസ്റ്റ്യൻ നമ്പർ എത്ര എന്നുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ എവിടെയോ നിട്ട് മിസ്സായതാണല്ലോ. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 9, ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 10,
11, ക്വസ്റ്റ്യൻ നമ്പർ 12, ക്വസ്റ്റ്യൻ നമ്പർ 13 ചോദ്യത്തിലേക്ക് പോകാം. എടാ ഹീറ്ററിന്റെ ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മളോട് ഇവിടുന്ന് രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുക. എവിടെയാണ് നല്ല ആംബിയറേജ് ഉള്ള ഫ്യൂസ് വെക്കേണ്ടത്, അതായത് നന്നായിട്ട് കറണ്ടിലൂടെ പോവാൻ. ആംബിയറേജ് കൂടുതൽ പറഞ്ഞാൽ കറണ്ട് കൂടുതൽ എവിടെയാണ്? ഇതിൽ എവിടെയാണ് കറണ്ട് കൂടുതൽ ഉണ്ടാവുക? കറണ്ട് കൂടുതൽ എപ്പോഴാണ് ഉണ്ടാവുക? റെസിസ്റ്റൻസ് കുറയുമ്പോൾ. റെസിസ്റ്റൻസ് എവിടെ കുറവുള്ളത്? ഹീറ്റർ ബിയില. അപ്പൊ ആൻസർ ഏതാടാ? ഹീറ്റർ ബി. ബി ആണ് ആൻസർ. ഓക്കെ, ബി ആണ് ആൻസർ. എടാ ഇനി ബി ക്വസ്റ്റ്യൻ നോക്ക്. എവിടെയാണ് നന്നായിട്ട് ഹീറ്റ് ഉണ്ടാവുക? എപ്പോഴാണ് ഹീറ്റ് കൂടുക? ഹീറ്റ് കൂടണമെങ്കിൽ കറണ്ട് കൂടുമ്പോഴാണ് ഹീറ്റ് കൂടുക. കറണ്ട് എവിടെ കൂടുതൽ ഉണ്ടാവുക? റെസിസ്റ്റൻസ് കുറയുമ്പോഴാണ് മക്കളെ. റെസിസ്റ്റൻസ് കുറയുമ്പോഴാണ് കറണ്ട് കൂടുക. റെസിസ്റ്റൻസ് കുറയുമ്പോഴാണ് കറണ്ട് കൂടുക അല്ലേ? റെസിസ്റ്റൻസ് കുറയുമ്പോഴാണ് കറണ്ട് കൂടുക. അപ്പൊ റെസിസ്റ്റൻസ് കുറവുള്ള ഹീറ്റർ ബി തന്നെയാണ്. വീണ്ടും ആൻസർ ഹീറ്റർ ബി. എടാ ഒന്നുകൂടെ പറയട്ടോ, സിമ്പിളാ. രണ്ട് കാര്യങ്ങൾ അവിടുന്ന് ചോദിച്ചു. എന്താ ചോദിച്ചോടാ? ഒന്നുകൂടെ പറയാം. രണ്ട് കാര്യങ്ങൾ. കറണ്ട് അല്ലെങ്കിൽ ആംബിയറേജ് കൂടുതൽ എവിടെ വെച്ചു? അതെപ്പോഴാ കൂടുക? റെസിസ്റ്റൻസ് കുറയുമ്പം. നമ്മൾ എഴുതിയതാ റെസിസ്റ്റൻസ് കുറവുള്ളത് എവിടെയാ? ഹീറ്റർ ബി. ഇനി എപ്പോഴാ ഹീറ്റ് കൂടാൻ നമ്മളോട് ചോദിച്ചു. ഹീറ്റ് എപ്പോഴാ കൂടാടാ? ഹീറ്റ് കൂടണം എന്നുണ്ടെങ്കിൽ കറണ്ട് കൂടണം. കറണ്ട് കൂടണം എന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ്, പ്രതിരോധം, മലയാളത്തിൽ പ്രതിരോധം എന്ന് പറയുന്നത് കുറയണം. അത് കുറവുള്ളവിടെ അത് ഹീറ്റർ ബിയിലാണ്. ഒറ്റ തവണ ഇയാളെ ചോദിച്ചിട്ടുള്ളൂണ്ടെങ്കിലും നല്ല ചോദ്യമാണ്, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 14 പോകാം. 14th ക്വസ്റ്റ്യൻ. ഇനി കുറച്ച് റെസിസ്റ്ററിന്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഒരു 20ഓളം ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. വൃത്തിക്ക് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ അത്രത്തോളം ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ മതി. ഓക്കെ, ഐഡന്റിഫൈ ദ അറേഞ്ച്മെന്റ്. എടാ ഏത് രൂപത്തിലാണ് ഇവിടെ നമ്മളെ ആരെ ഘടിപ്പിച്ചിട്ടുള്ളത്? ഇവിടെ പ്രതിരോധത്തെ അല്ലെങ്കിൽ റെസിസ്റ്ററിനെ ഏത് രൂപത്തിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്? നോക്കടാ. ഒറ്റയടിക്കാൻ ചാടി കയറേണ്ട സീരീസ് എന്ന് പറയണ്ട, അല്ലെങ്കിൽ ശ്രേണി എന്ന് പറയണ്ട. ഒന്ന് നോക്കുക. പോസിറ്റീവ് കറണ്ട് ഇങ്ങനെ പോകുന്നത് നോക്കുക. പോകുന്ന സമയത്ത് ഇയാൾക്ക് ഒരൊറ്റ വഴിയുള്ള നെഗറ്റീവിലേക്ക് എത്താൻ, എങ്കിൽ അത് ശ്രേണിയാണ്, സീരീസ് ആണ്. ഇതേ സാധനം തന്നെ നിങ്ങൾ എങ്ങനെ വന്ന് പറ്റിക്കാം നോക്കട്ടോ. ഇങ്ങനെ തന്ന് പറ്റിക്കാം. കാണുമ്പോ എന്ത് ചെയ്യടാ? നേരെ പോകുന്ന പോലെക്കാണ് തോന്നും. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കൂട്ടോ. പോസിറ്റീവ് ഇങ്ങനെ കറണ്ട് ഇറങ്ങിയാൽ ഇതിലൂടെയും പോവാം, ഇതിലൂടെയും പോവാം. രണ്ട് വഴി ഉണ്ടെങ്കിൽ അത് സമാന്തരമാണ്, പാരലലാണ്. അപ്പൊ ഒന്ന് ഓർമ്മയിലുണ്ടാവണം കേട്ടോ, ഒന്ന് ഓർമ്മയിലുണ്ടാവണേ. അപ്പൊ ഇത് ഏതാടാ? സീരീസ് ആണ്, ശ്രേണിയാണ്. ഞാൻ അവിടെ എഴുതാം. എ ക്വസ്റ്റ്യൻ ആൻസർ സീരീസ്, അതായത് ശ്രേണി. ഓക്കെ, ശ്രദ്ധിച്ചോ. ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താ? കാൽക്കുലേറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. സഫല പ്രതിരോധം കാണാനാണ്. എടാ ഇക്വേഷൻ R is equal to R1 plus R2. R1 എത്രയടാ? 4 plus 2 എത്രയടാ വരിക? ടോട്ടൽ 6 ohm അല്ലെ? എടാ സി ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 4 ohm. എടാ 4 ഓമിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനാ പറഞ്ഞത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പറഞ്ഞ ഇക്വേഷൻ ഏതാടാ? V is equal to IR. V is equal to IR. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ചാൽ V is equal to IR. ഓക്കെ, IR ഇക്വേഷൻസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല അടിപൊളി ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. V is equal to IR. ഓക്കെ, ശ്രദ്ധിച്ചോ. V is equal to IR ല് V is equal to IR അറിയില്ലല്ലോ സാറേ. പൈ കാണണം. I is equal to V by R. I is equal to V by R. അത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ I കാണണ്ടേ? I കാണാൻ V എത്രയടാ? V ക്വസ്റ്റ്യനിൽ എത്ര തന്നാണ്? ടോട്ടൽ V എത്രയടാ? 6 ആണ്. ടോട്ടൽ വോൾട്ടേജ് 6 ആണ്. ടോട്ടൽ കറണ്ട്, ടോട്ടൽ റെസിസ്റ്റൻസ് 6 ആണ്. അപ്പൊ ടോട്ടൽ കറണ്ട് എത്രയടാ? 1 ആണ്. ടോട്ടൽ കറണ്ട് 1 ആംപിയർ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? 1 into അടുത്ത റെസിസ്റ്റൻസ് എത്രയടാ പറഞ്ഞ നമ്മളോട്? 4 ഓമിലൂടെ ഉള്ള പറഞ്ഞത്. 1 into 4. ടോട്ടൽ വോൾട്ടേജ് എത്രയടാ? 4 വോൾട്ട്. പ്രയാസം ഉണ്ടാവോ? പ്രശ്നങ്ങളുണ്ടോ? സിമ്പിൾ ആണ് കേട്ടോ, പഠിച്ചു വെക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തിനു നമ്പർ ഇടുന്ന അറിയോ? ആ നമ്പർ വെച്ച് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 15th ക്വസ്റ്റ്യൻ നോക്കണം. ഇതും ശ്രേണി തന്നെയാണ്, നിങ്ങൾക്ക് ചെയ്യാനുള്ള സാധനമേ ഉള്ളൂ. ഓക്കെ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞു. എത്രയുടെ? 115 വരും അല്ലെ? കൂടുതൽ അല്ലെ? സഫല പ്രതിരോധം. പിന്നെ കറണ്ട് കാണാൻ പറഞ്ഞു. കറണ്ട് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നേരത്തെ ചെയ്തു. കറണ്ട് കാണാൻ I is equal to V by R എന്നുള്ള ഇക്വേഷൻ എടുക്കുക. V എത്രയുടെ? വോൾട്ടേജ് എത്രയുടെ? 230 by R എത്രയുടെ? 115. 2 ആംപിയർ വരും കറണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹീറ്റ് കാണാനാ പറഞ്ഞത്. ഹീറ്റ് കാണാൻ ഏത് ഇക്വേഷൻ? H is equal to I square RT എന്നുള്ള ഇക്വേഷൻ എടുത്താല് ഹീറ്റ് കണ്ടോക്കാം. H is equal to I square RT എന്നുള്ള ഇക്വേഷൻ എടുക്കുക. I square കറണ്ട് എത്രയുടെ? 2ന്റെ സ്ക്വയർ ഇൻറ്റു R എത്രയുടെ? 115 ഇൻറ്റു ടൈം എത്രയുടെ?
ഇവിടെ പ്രത്യേക എന്തിലൂടെ എടുത്തു പറഞ്ഞത്? ഓക്കെ, പ്രത്യേക എന്തിലൂടെ എടുത്തു പറഞ്ഞത്? 100 ഓമിലൂടെ എടുത്തു പറഞ്ഞത് അല്ലെ. 100 ഓമിലൂടെ എടുത്തു പറഞ്ഞോണ്ട് റെസിസ്റ്റൻസ് എത്രയുടെ? R എത്രയുടെ? 100 ഇൻറ്റു ടൈം എത്രയുടെ? 10. 10. ഓക്കെ, 4 ഇൻറ്റു 1000, അതായത് 4000. ഓക്കെ, ജൂൾ ചെയ്ത് പഠിക്കണം കേട്ടോ. സിമ്പിൾ ആണ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല, ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. 16ാമത്തെ ചോദ്യം. ഇതിൽ ഏത് സർക്യൂട്ടിലാണ്, ക്വസ്റ്റ്യങ്ങൾ വായിച്ചാൽ മതി, എവിടെയാണ് വോൾട്ടേജ് സെയിം ആവുക? എപ്പോഴാണ് വോൾട്ടേജ് സെയിം ആവുക? സമാന്തരത്തിലാണ്. ഏതിലാ? സമാന്തരത്തില, ക്യൂലാണ് കേട്ടോ. സമാന്തരത്തിൽ അല്ലെങ്കിൽ പാരലലാണ് വോൾട്ടേജ് സെയിം ആവുക. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ R2, ഇതില് R2ലെ വോൾട്ടേജ് എത്രയെന്ന് ചോദിച്ചു. അവിടെ ടോട്ടൽ 10 വോൾട്ട് ആണ്. ഇത് സീരീസ് അല്ലേ, അതായത് ശ്രേണി അല്ലേ, വോൾട്ടേജ് വ്യത്യാസമായിരിക്കും. പക്ഷെ ഈ 10 വോൾട്ടിൽ 5 വോൾട്ട് ഇവിടെ ഉണ്ടാവും, 5 വോൾട്ട് ഇവിടെ ഉണ്ടാവും. ഓക്കെ, 5 വോൾട്ട്. കാരണം രണ്ടും 100 ആണ്. ഇയാളും 100 ആണ്. അപ്പൊ 5 വോൾട്ട് ഇയാൾക്കും 5 വോൾട്ട് അയാൾക്കുമായിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ചെയ്യുക. ഇത് ഇനി ആൻസർ ഒക്കെ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനൊക്കെ വേണമെങ്കിൽ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, എങ്ങനെ എന്താ കാണണ്ടടാ? വോൾട്ടേജ് അല്ലേ കാണണ്ടേ? വോൾട്ടേജ് കാണണമെങ്കിൽ V = IR അല്ലെ. അപ്പൊ അവിടുത്തെ കറണ്ട് കാണണം. അപ്പൊ I = V/R. ടോട്ടൽ കറണ്ട് കാണണ്ടോ. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്? ടോട്ടൽ വോൾട്ടേജ് 10. ഓക്കെ, ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 200. അപ്പൊ ഇത് രണ്ടും വെട്ടിക്കഴിഞ്ഞാല് 1/20. ശ്രദ്ധിച്ചോട്ടോ. ഇനി V = I എത്രയാണ്? 1/20. R എത്രയാണ്? 100ലൂടെ ഉള്ള കാണ്ട് അല്ലെ. R2 പറഞ്ഞാൽ എന്താ? 100ലൂടെ ഉള്ള കാണ്ട്. അപ്പം 0 വെട്ടി 10/2 പറഞ്ഞാൽ 5. നമ്മൾ ഓൾറെഡി അങ്ങനെ എഴുതിച്ചു. അപ്പൊ അങ്ങനെ ചെയ്യണം എന്ന് ആർക്കെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിലാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് പറഞ്ഞതാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, 1 മാർക്കിന്റെ ചോദ്യമാണ്. ഇനി ഇതിലൂടെ കറണ്ട് കാണാൻ പറയും. എവിടെ, ക്വസ്റ്റ്യൻ ഇതാണ്, എവിടെയാണ് എന്തുണ്ടാവുക? കറണ്ട് കൂടുതൽ, ഹീറ്റ് കൂടുതൽ ഉണ്ടാവാൻ, താപം എവിടെ കൂടുതൽ ഉണ്ടാവുക? ഒരു കോളമാണ്. താപം എവിടെയാണ് കൂടുതൽ ഉണ്ടാവുക? താപം കൂടുതൽ ഉണ്ടാവുക മക്കളെ, ശ്രദ്ധിച്ചോ. താപം കൂടുതൽ ഉണ്ടാവുക പാരലലാണ് താപം അല്ലെങ്കിൽ ഹീറ്റ് കൂടുതൽ ഉണ്ടാവുക. മലയാളത്തിൽ സമാന്തരം എന്ന് പറയും. സമാന്തരത്തിലാണ് ഹീറ്റ് കൂടുതൽ ഉണ്ടാവുക. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഹീറ്റ് കൂടുതൽ എപ്പോഴും എവിടെയാ? പാരലൽ, സമാന്തരത്തിലാണ്. ഓക്കെ, 17ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 17ാമത്തെ ചോദ്യം നോക്കടാ. ഒരു 10-15 പ്രതിരോധങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സർക്യൂട്ട് വരക്കണം. ക്വസ്റ്റ്യങ്ങൾ വായിച്ചാൽ മതി. ഡ്രോ എ ഡയഗ്രാം ഇൻക്ലൂഡിംഗ് അമ്മീറ്റർ ആൻഡ് സ്വിച്ച്. ഇവിടെ ഒരു സർക്യൂട്ട് എങ്ങനെ വരക്കണം? പാരലൽ, സമാന്തരമായിട്ടൊരു സർക്യൂട്ട് വരക്കണം. മക്കൾ ശ്രദ്ധിച്ചു. സമാന്തരമായിട്ട് സമാധാനപൂർവ്വം നമുക്ക് ഒരു സർക്യൂട്ട് വരക്കാം. പാരലൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതാ ഇങ്ങനെയൊക്കെ വരക്കുന്നു. ഇനി ഇവിടെ ആരെ വെക്കണം? അമ്മീറ്റർ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മീറ്റർ വെച്ചു കൊടുത്തു. കാരണം നിങ്ങൾക്ക് അറിയാം, അമ്മീറ്റർ നേരെയാണ് വെക്കേണ്ടത്. എന്നിട്ട് ഇവിടെ ഒരു ബാറ്ററി ഒക്കെ വെച്ചു. ഈ ഒരു സ്വിച്ച് വെക്കാൻ മറന്നു കേട്ടോ. സ്വിച്ച് വെക്കണേ. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അമ്മീറ്റർ വെച്ചു, ഒരു സ്വിച്ച് ഒക്കെ കൊടുത്തു, ഇവിടെ ഒരു ബാറ്ററി ഒക്കെ കൊടുത്തു. അടിപൊളി സാധനം. ആഹാ, എന്താ രസം. ഓക്കെ, 10-15 എന്നൊക്കെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നു, സഫല പ്രതിരോധം എത്ര? എഫക്റ്റീവ് റെസിസ്റ്റൻസ്, റിസൾട്ടന്റ് റെസിസ്റ്റൻസ് എത്ര? എടാ, ബി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം. ഇത് പാരലൽ ആണ്, സമാന്തരമാണ്. R = R1 × R2 ഡിവൈഡഡ് ബൈ R1 + R2 ആണ് ഇക്വേഷൻ. അതായത് R1 എന്ന് പറയുമ്പോൾ 10 × 15, 10 + 15, 150/25 എന്ന് വരും. എത്ര വരിക? 6 ഓം അല്ലെ. 100ൽ എത്ര? 25 4, 50ൽ 2. അപ്പൊ മൊത്തം 6 കേട്ടോ. സർക്യൂട്ടിലെ വൈദ്യുതപ്രവാഹ തീവ്രത, അതായത് കറണ്ട് എത്ര? നിങ്ങൾക്കറിയാം, കറണ്ട് കാണാനുള്ള ഇക്വേഷൻ I = V/R. V എത്രയടാ? വോൾട്ടേജ് എത്രയടാ? ക്വസ്റ്റ്യൻ തന്നെ എത്ര? 12. ഇവിടെ ബാറ്ററിന്റെ അടുത്ത് 12 എന്ന് കൊടുക്കണം കേട്ടോ. 12/R എത്രയാ? 6. 12/6 2 ആംപിയർ. എന്തൊരു സുഖമുള്ള ക്വസ്റ്റ്യൻ. മക്കളെ ശ്രദ്ധിച്ച അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 18, 18ാമത്തെ ചോദ്യമാണ്. ഇത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാം. ഇത് നേരെ വെക്കുന്ന ചോദ്യമാണ് അല്ലെ. ഇത് ശ്രേണിയാണ്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ചെയ്തു. പക്ഷെ ഇവിടെ ഒരു ചോദ്യം മാത്രമാണ് ഞാൻ നോക്കുന്നത്. 50 ഓം പ്രതിരോധമുള്ള ഒരു സർക്യൂട്ടിൽ ഇവിടെ എന്ത് ചെയ്തു? ഞാൻ 50 പാടെ വെച്ചു. ഇങ്ങനെ നേരെ ഒരു 50 പാടെ വെച്ചു. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് ചോദിച്ചു, അവിടുത്തെ ഹീറ്റ് കൂടാണോ കുറയാണോ ചെയ്യുക? ഹീറ്റ് കുറയാണ് ചെയ്യുക. താപം കുറയുന്നു. ഹീറ്റ് കുറയുന്നു. കാരണം എന്താണ്? പ്രതിരോധം ഇവിടെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, താപം സി ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. കുറയുന്നു, ഹീറ്റ് ഡിഗ്രീസ് ചെയ്യുന്നു. കാരണം എന്താടാ?
റെസിസ്റ്റൻസ് അതായത് പ്രതിരോധം അല്ലെ കൂടിയില്ലടാ, എത്ര ആയിപ്പോ ഒരാളും കൂടെ എക്സ്ട്രാ വന്നില്ലേ, അപ്പൊ പ്രതിരോധം കൂടി, അപ്പം കറണ്ട് എന്ത് ചെയ്യൂടാ കുറയും. കറണ്ട് കുറയുമ്പോഴാണ് താപ അല്ലെങ്കിൽ ഹീറ്റ് കുറയും. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. ഇതിന് എയും ബി ഒക്കെ ചെയ്ത് കമന്റ് ചെയ്യണേ. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 19ാമത്തെ ചോദ്യം കഴിഞ്ഞ 2024 പബ്ലിക് എക്സാമിന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് അറിയാം. ഓക്കെ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാണ്ട്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് R=R1 × R2 / R1 + R2 വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, കറണ്ട് കാണാണ്ട് I=V/R ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എന്ത് കാണാണ്ട് ഹീറ്റ് കാണാണ്ട്, ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ വന്ന് ചെയ്യാം കേട്ടോ. A ക്വസ്റ്റ്യൻ R=R1 × R2 / R1 + R2, അതായത് 40 × 60 / 40 + 60. 4 × 6 എത്രടാ 24, 2 0 260/100. എടാ 0 0 ഇങ്ങനെ വെട്ടി വെക്കടാ, 0 0 0 0 ഇട്ട് 24 ഓം വരും. എടാ ബി ക്വസ്റ്റ്യൻ നോക്ക്. ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേ? കറണ്ട് അല്ലടാ ചോദിച്ചത്, കറണ്ട് അല്ല ചോദിച്ചത് അല്ലെ, വൈദ്യുതിയാണ് ചോദിച്ചത്. I=V/R. എടാ വോൾട്ടേജ് എത്രയടാ, വോൾട്ടേജ് എത്രയടാ, വോൾട്ടേജ് എത്രയടാ, വോൾട്ടേജ് ക്വസ്റ്റ്യൻ 12 തന്നാണ്. 6 ക്വസ്റ്റ്യൻ തന്നിട്ട് 40 അല്ലെ, ഇവിടെ തന്നിട്ട് 40. അപ്പം വോൾട്ടേജ് 12/6 എത്രയടാ 40. ഇത് ഏതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും? ഹാഫ് എടുത്ത് നോക്കാം. 12ന്റെ ഹാഫ് 6 ആണ്, 40ന്റെ ഹാഫ് 20 ആണ്. ഓക്കെ, പിന്നെ 6ന്റെ ഹാഫ് 3 ആണ്, 40ന്റെ ഹാഫ് 20ന്റെ ഹാഫ് 10 ആണ്. 3/10 0.3 ആംപിയർ. ഞാൻ ചെയ്യേണ്ട നേരെ തന്നെ വെട്ടാൻ പറ്റും, പക്ഷെ ഒരു മെത്തേഡ് കാണിച്ചു. സി ക്വസ്റ്റ്യൻ എന്താണ്? ഹീറ്റ് കാണാൻ. എടാ ഹീറ്റ് കാണാൻ നിർബന്ധമായിട്ടും പാരലൽ സമാന്തരമാണെങ്കിൽ ഹീറ്റ് കളറുള്ള ഇക്വേഷൻ H=V² T/R ആണ്. ഏതാ V². നിങ്ങൾ I²R2 വെച്ച് ചെയ്തോ, തെറ്റും 100% ഞാൻ വെല്ലുവിളിക്കാം, തെറ്റും. അപ്പൊ I²R2 എവിടെ ഉപയോഗിക്കണം? ശ്രേണി, സമാന്തരത്തിലല്ല, ശ്രേണിയില്, അതായത് സീരീസിൽ ഉപയോഗിക്കണം. V² T/R എവിടെ ഉപയോഗിക്കണം? അത് സമാന്തരത്തിൽ അല്ലെങ്കിൽ പാരലൽ ഉപയോഗിക്കണം. അപ്പൊ നോക്കടാ, 12 × 12 അല്ലെ, V 12 ആണ്. ഇൻറ്റു ടൈം എത്രയുടെ തന്നെ, ടൈം എത്ര? 2 മിനിറ്റ് ആട്ടോ. 2 മിനിറ്റ് പറഞ്ഞാൽ 120 സെക്കൻഡ് ബൈ R എത്രയുടെ ക്വസ്റ്റ്യനുള്ള 6 ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ട് 60. എത്ര ക്വസ്റ്റ്യൻ? 60. ഓക്കെ, നോക്കടാ 120 എത്ര 60 ഉണ്ട്? 2 എണ്ണം. 60 എത്ര 60 ഉണ്ട്? 1. അപ്പൊ ബാക്കി എത്രയുള്ള? 12 × 12 × 2. 12 × 12 എത്രടാ? 121 121 അല്ല, 11 × 11 144 അല്ലേ? 12 × 12 144 അല്ലടാ. 21 ചെക്ക് ചെയ്തട്ടെ. 12 × 12 നോമ്പിന്റെ അവസാന സമയമാകുമ്പോൾ മൈൻഡ് ഒക്കെ മാറും. 144 × 2 എത്രടാ? 288 ജൂൾ വരും. സിനില്ല, സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 19ാമത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 20ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 5 ചോദ്യം കൂടെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടന്റ്, പഠിച്ചോ. ഓക്കെ, 5 ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോട്ടോ. എത്ര നമ്പർ എന്ന് ക്വസ്റ്റ്യൻ തന്നെ 5. അപ്പൊ എന്നെ ഞാൻ 5 എന്ന് കൊടുത്തു. ഓരോന്നും വൃത്തിക്ക് പഠിച്ചു. അവിടുത്തെ ഒന്നിന്റെ എടാ give 5 10 ohm റെസിസ്റ്റർ. ഒന്നിന്റെ എത്രടാ? 10 ആണ്. ഒന്നിന്റെ നമ്മൾ സ്മോൾ ആർ എടുക്കുക, 10 ohm. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചു മിനിമം. എടാ മിനിമം എന്ന് പറഞ്ഞാല് ഇത് ഉപയോഗിച്ച് കൂടിയത് കുറഞ്ഞത്. കുറഞ്ഞത് പറഞ്ഞാല് മിനിമം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സീരീസ്. എന്താ വിളിക്കുക? അയ്യോ, മിനിമം എന്ന് പറഞ്ഞാൽ പാരലൽ. സോറി, മിനിമം എന്ന് പറഞ്ഞാൽ പാരലൽ. മാക്സിമം എന്ന് പറഞ്ഞാല് സീരീസ്. അപ്പം മിനിമം മാക്സിമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാണ് കേട്ടോ. കൂടിയത് എന്ന് പറഞ്ഞാൽ സീരീസ്. ഇഷ്യൂ സീരീസ് പറഞ്ഞ മലയാളത്തിൽ ശ്രേണി. നോമ്പർക്കളമേൻ അതാണ് ശ്രേണി. കുറഞ്ഞത് പറഞ്ഞാൽ സമാന്തരം. ഓക്കെ, ശ്രദ്ധിച്ചോ മക്കൾ, ശ്രദ്ധിച്ചോ. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചത്? മിനിമവും മാക്സിമം കണ്ടെത്താനാ പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ഡയഗ്രാം വരക്കണം. എടാ നിങ്ങൾക്ക് അറിയാം മിനിമം അതായത് സീരീസ്, അതായത് ശ്രേണിയിലെ ഇക്വേഷൻ എന്താണ്? ഈ N ഉം R ഒക്കെ തന്നുള്ള ഇക്വേഷൻ എന്താണ്? R = NR. അപ്പൊ NR 5 ആണ്, R 10 ആണ്, 50 ohm. ഓക്കെ, വരക്കാൻ ഞാൻ നിൽക്കില്ല. ഓക്കെ, വരക്കാൻ കുറെ വരക്കേണ്ടി വരും. 5 എണ്ണൊക്കെ നിരത്തി വരക്കണ്ടേ. നിങ്ങൾ വരച്ചു നോക്കിയാൽ മതി. എടാ സമാന്തരമാണെങ്കിൽ ഇക്വേഷൻ എന്താണ്? R = R/N. ഓർത്ത് വെച്ചോണ്ടിട്ടോ. എടാ N ഉം R ഒക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ശ്രേണിയാണെന്നുണ്ടെങ്കിൽ NR-ഉം, സമാന്തരാണെങ്കിൽ അതായത് പാരലൽ ആണെങ്കിൽ R/N ആണ് ഇക്വേഷൻ. ആ ഇക്വേഷൻസുകളൊക്കെ ഒന്ന് മിനിമം ഓർമ്മ ഉണ്ടാവണേ. ഇക്വേഷന്റെ ഞാൻ ഒരു ഫോർമുല ഷീറ്റ് പറഞ്ഞ ഒരു സാധനം ക്വസ്റ്റ്യൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവും, ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിച്ചോ.
ദെൻ ആർ എന്ന് പറഞ്ഞാൽ 10 ആണ്, n പറഞ്ഞാൽ 5 ആണ്, 10/5 പറഞ്ഞാൽ 2 ഓം. ഓക്കെ, ഓർമ്മ ഉണ്ടായിക്കോട്ടെ കേട്ടോ. എടാ അപ്പൊ 20ാമത്തെ ചോദ്യം കഴിഞ്ഞ് 21ാമത്തെ ചോദ്യം, ഇവിടെ 15 ഒക്കെ, 21ാമത്തെ ചോദ്യം. എടാ ഇവിടെ അതുപോലെ തന്നെ 5. അപ്പൊ എത്ര നമ്പർ എത്രടാ? 5. 10 ഓം റെസിസ്റ്റർ. അപ്പം സ്മോൾ ആർ എത്രടാ? 10 ഓം. ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, നിങ്ങളോട് പറഞ്ഞു ഇവര് സീരീസിലാണെങ്കിൽ, അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവര് സീരീസിന്റെ മലയാളം ശ്രേണിയാണ്. ശ്രേണിയാണ്, ശ്രേണിയിലാണെങ്കിൽ അവരുടെ സഫല പ്രതിരോധം കാണാൻ നേരത്തെ നിങ്ങൾ ചെയ്തു. അതന്നെ, ശ്രേണിയിലാണെങ്കിൽ എന്താ ഇക്വേഷൻ? ആർ ഇസ് ഈക്വൽ ടു NR. അതായത് 5 × 10 ആണ്, 10 50 ഓം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് നേരെ എന്ത് ചെയ്തോടാ? 22ാമത്തെ ക്വസ്റ്റ്യന് നേരെ ഇത് പാരലൽ ആണെങ്കിൽ ഇക്വേഷൻ നമുക്കറിയാം. ആർ ഇസ് ഈക്വൽ ടു R/N. എത്രടാ? 10/5, 2 ഓം അല്ലെ? നമുക്കറിയാം. എടാ 23ാമത്തെ ചോദ്യം നോക്കടാ. 23ാമത്തെ ചോദ്യം നോക്കണം. ഒരു ഗേളിന്റെ അടുത്ത് എന്തുണ്ടടാ? എത്ര മെനി എത്രയെന്ന് അറിയില്ല. അപ്പൊ n എത്രയെന്ന് നമുക്ക് അറിയൂല. ഓക്കെ, 2 ഓം ഈച്ച്. ഒന്നിൻ്റെത് എത്രയടാ? 2 ആണ്. അപ്പൊ ഒന്നിൻ്റെത് കിട്ടാൻ എത്രയടാ? 2 ആണ്. നിങ്ങളോട് കാണണം, അവർക്ക് വേണ്ടത് 9 എണ്ണം. 9ന്റെ ആണ് വേണ്ടത്. 9 എണ്ണമാണ്. ഷീ നീഡ് സർക്യൂട്ട് ഓഫ് 9 ഓം റെസിസ്റ്റേഴ്സ്. 9 ഓം റെസിസ്റ്ററിന്റെ ഒരു സർക്യൂട്ട് ആൾക്ക് വേണം. നിങ്ങളോട് വരക്കാനാ പറഞ്ഞു. നിങ്ങൾ എന്താ ചെയ്യുന്നത്? n കണ്ടെത്തണം. അപ്പൊ n കണ്ടെത്താൻ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങളോട് ടോട്ടൽ വേണ്ട എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ R is equal to 9. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇക്വേഷൻ ഇത് ഏതാണ്, എങ്ങനെയാണ് ആൾ കണക്ട് ചെയ്തത്, അതെങ്ങനെ മനസ്സിലാക്കുക? ഇത് ശ്രേണിയാണോ, സമാന്തരമാണോ, അതിൽ സീരീസ് ആണോ, പാരലൽ ആണോ മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം അറിയോ? ഇതാ ഇവിടെ ഒന്നിൻ്റെത് 2 അല്ലെ? 2 പക്ഷെ അല്ലെ, സ്മോൾ ആർ കുറവാണ്, ക്യാപിറ്റൽ ആർ കൂടുതലാണ് അല്ലെ? അല്ലടാ, ഇതൊക്കെ 2 പക്ഷെ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം കൂടുതലാണ്, 9 കൂടി. എപ്പോഴാണ് കൂടുക? സീരീസ് ശ്രേണിയിലാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രേണിയാണ് മനസ്സിലായി. R is equal to NR. അപ്പൊ n is equal to R/R. അതായത് 9/2. 4 പോയിന്റ് വരും. 4 പോയിന്റുകൾ ഇടാൻ നിൽക്കണം. അപ്പൊ 4 എണ്ണം എങ്ങനെ വരക്കുക? ഇങ്ങനെ വരക്കുക. 1 2 3 4 വരക്കുക. ഓക്കെ, എന്നിട്ട് പോയിന്റ് വന്നില്ലേ? പോയിന്റ് വന്നോണ്ട് തന്നെ ഒന്ന് എന്ത് ചെയ്യുക അറിയോ? ഒരു സാധനം പാരലൽ ആയിട്ട് വരച്ചു കൊടുക്കുക. യെസ്, എന്നിട്ട് ഇതിന് ബാറ്ററി വരച്ചു കൊടുക്കുക. എന്നാൽ അടുത്ത ചോദ്യം ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ആക്കി തരാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കുട്ടീന്റെ അടുത്ത് എത്ര ഉണ്ട് നമുക്ക് അറിയില്ല, നമുക്ക് അറിയൂല. എടാ ശ്രദ്ധിച്ചോ, 4 ആണ്. ഒന്നിൻ്റെത് 4 ഓം ആണ്. 4 ഓം. ഓമൊന്നും റെഡി ആവില്ലല്ലോ. 4 ഓം ആണ്. എടാ അങ്ങനത്തെ 26 എത്തണം എങ്കിൽ നമ്മളോട് വരക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിച്ചോ, നമ്മൾ വരക്കാൻ പോവാണ്. ശ്രദ്ധിച്ചു. എടാ നോക്കടാ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വലിയ നമ്പറിന്ന് ചെറുത് ഡിവൈഡ് ചെയ്തപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടി? 26/4 എന്ന് പറഞ്ഞാൽ എത്രടാ? 26ൽ എത്ര? 4 6 എണ്ണം ഉണ്ട് അല്ലെ? 6 4 24 ആണ്. അപ്പൊ പോയിന്റ് വരും. പോയിന്റ് ഇടണ്ട, അവിടെ നിൽക്കും. അപ്പൊ 6 നേരെ വരക്കുക. 1 2 3 4 5 6 പോയിന്റ് വന്നുകൊണ്ട് ഒന്ന് എന്ത് ചെയ്യാം? സമാന്തരമായിട്ട് വരച്ചു. എന്നിട്ട് ഇതിന് അടിപൊളിയായിട്ട് ഒരു ബാറ്ററി ഒക്കെ കൊടുത്താൽ പരിപാടി. എടാ അങ്ങനെ സി ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സി ക്വസ്റ്റ്യൻ നോക്കണം. സി ക്വസ്റ്റ്യൻ എന്താ? സി ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഒരു കുട്ടിന്റെ അടുത്ത് 8 ആണുള്ളത് അല്ലെ? സ്മോൾ ആർ 8 ആണ്. ക്യാപിറ്റൽ നോക്കിട്ടോ, കുറഞ്ഞു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇത് എന്താണ്? സമാന്തരാണ്, ശ്രേണിയാണ് അല്ലെ? കുറയുന്ന ആള് അതാണ്. അപ്പൊ നിങ്ങളോട് എന്നിട്ട് n കാണാൻ പറഞ്ഞാൽ വലിയെന്ന് ചെറുത് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. പോയിന്റ് ഉണ്ടോ? അതിന് ഇല്ല. പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. 1 2 3 4. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? വരച്ചു കൊടുക്കുക. ഒരു വലിയ ഇമ്പോർട്ടന്റ് ഉള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല, നല്ലൊന്ന് ചെയ്തു നോക്കി. 23ാമത്തെ ചോദ്യം കഴിഞ്ഞ് നമ്മൾ 24ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 24ാമത്തെ ചോദ്യത്തിൽ ഇതാ ക്വസ്റ്റ്യനിൽ ഇതാ പറയുന്നു, ഹൗ മെനി റെസിസ്റ്റേഴ്സ് ഓഫ് 110 ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു ഗെറ്റ് 4 ഓം റെസിസ്റ്റേഴ്സ് ഇഫ് ദ 240 വോൾട്ട്. 240 വോൾട്ടിൽ 4 ആംപിയർ ആണുള്ളത്. 110 പ്രതിരോധമുള്ള എത്ര എണ്ണമാണ്? ഒന്നിൻ്റെത് എത്രയെന്ന് പറഞ്ഞാണ്? 110 ആണെന്ന് പറഞ്ഞാണ്. n എത്രയെന്ന് അറിയൂല. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ R കിട്ടും. ക്യാപിറ്റൽ R കിട്ടാൻ ഇവിടെ എന്തെന്നാണ് അറിയോ? വിയും തന്നാണ്, എയും തന്നാണ്. അപ്പൊ R is equal to V/I അല്ലെ? V എത്രയുടെ ക്വസ്റ്റ്യൻ എന്നത്? 220 I എത്ര ക്വസ്റ്റ്യൻ തന്നെ? 4.
ഓക്കെ 22 എത്ര 4 ഉണ്ടടാ 5 എണ്ണം 5 4 20. പിന്നെ ബാക്കി 2 ഉണ്ടാവും 2ഉം 20 20 എത്ര 4 ഉണ്ട് 5 55. ഓക്കെ 55 ആണ് എന്ത് 6 എത്രടാ 55 കിട്ടി. ഇനി നമുക്ക് n കാണാൻ എളുപ്പല്ലേ? n കാണാൻ എന്താ ചെയ്യേണ്ടത്? നോക്കട്ടോ n കാണാൻ വലിയ നമ്പറിന്ന് ചെറുത് ഡിവൈഡ് ചെയ്താൽ പോരെ. n കാണാന് വലുത് എത്രടാ 110 ചെറുത് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും 2. അപ്പൊ എത്ര എണ്ണം വേണടാ 2 എണ്ണം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സിമ്പിൾ 2 എണ്ണം വേണം കേട്ടോ. ഓക്കെ ഈ ക്വസ്റ്റ്യന് എത്ര 24ആയി. 25ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 25ാമത്തെ ചോദ്യം പറയുന്നത് എന്താണ് 2 3 6 തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ മലയാളമില്ല 2 3 6 റെസിസ്റ്ററുകൾ കയ്യിലുണ്ട്. ഹയസ്റ്റ് റെസിസ്റ്റൻസ് കൂടുതൽ എപ്പോഴാ സീരീസ് ആണ് നിങ്ങൾ പഠിച്ചു. ലീസ്റ്റ് റെസിസ്റ്റൻസ് കുറയൽ എപ്പോഴാ ശ്രേണിയാണ് സമാന്തരമാണ് നിങ്ങൾ പഠിച്ചു. അപ്പൊ കൂടുതൽ ഹയസ്റ്റ് പറഞ്ഞാല് ശ്രേണി ഓർത്തു വെക്കട്ടോ. കൂടുതൽ എന്ന് പറയുമ്പോൾ ശ്രേണി അല്ലെങ്കിൽ സീരീസ്. ഓക്കെ ലീസ്റ്റ് പറയുമ്പോൾ സമാന്തരം, കുറവ് പറയുമ്പോൾ സമാന്തരം അല്ലെങ്കിൽ പാരലൽ. ഓക്കെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് കിട്ടി. അപ്പൊ എയും ബിയും കിട്ടും. എടാ ക്യാൻ യു മേക്ക് എ റെസിസ്റ്റൻസ് ഓഫ് 4.5? എടാ ഒരു 3 എണ്ണം തന്നിട്ട് നമ്മളോട് പറയാണ് ഒരു 4.5ന്റെ 1 നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഇങ്ങനെ 3 എണ്ണം തന്നങ്ങൾ എന്ത് ചെയ്യണം അറിയോ? 1 2 രണ്ടെണ്ണം ഇങ്ങനെ വെച്ചു. ഒന്നിങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് വരച്ചു നോക്കാം. ഇത് ശരിയാവോ നമുക്ക് നോക്കാം. ഓക്കെ രണ്ടാമത് കുറച്ച് വലുപ്പം കൂടിയോ. രണ്ടാമത്തത് ഇതൊന്നാമത് അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചു നോക്കാം. ഒന്നിങ്ങനെ നേരെ എന്നിട്ട് എന്ത് ചെയ്യാം 1 രണ്ടെണ്ണം സമാന്തരായിട്ട് പാരലായിട്ട് 1 മാത്രം സീരീസ് ആയിട്ട്. ഓക്കെ ഇങ്ങനെ വരച്ചു. ഇതിൽ ഏതാ ശരി നോക്കാം. നമുക്ക് നോക്കണം. വെറുതെ ഞാൻ കൊടുക്കും. എപ്പോഴും വലിയ നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ. വലിയ നമ്പർ എപ്പോഴും താഴെ കൊടുക്കണേ. വലിയ നമ്പർ താഴെ കൊടുക്കണം. അപ്പൊ വലിയ നമ്പർ ഞാൻ എടുത്തു താഴെ കൊടുത്തു. 6 ഞാൻ താഴെ കൊടുത്തു. 2ഉം 3 ഞാൻ ഇവിടെ കൊടുത്തു. ഇവിടെ അതുപോലെ 6 ഞാൻ താഴെ കൊടുത്തു. 2ഉം 3ഉം ഇവിടെ കൊടുത്തു. ശ്രദ്ധിച്ചോ നിങ്ങൾക്കറിയാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 2 സാധനം കൂട്ടുക എന്നുള്ളതാണ്. 2ഉം 3ഉം കൂട്ടിയാൽ എത്രടാ 5 വരും. ഓക്കെ അപ്പൊ ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അത് രണ്ടും എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം. R is equal to R1 into R2 divided by R1 plus R2 ആണ് അല്ലെ. 5 into 6 divided by 5 plus 6. 5 into 6 30/11 പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ വിചാരിച്ച 4.5 ഒന്നും കിട്ടൂല. അപ്പൊ ഇതല്ല നമ്മൾ വിചാരിച്ച പിക്ചർ ഇതല്ല. ഓക്കെ അപ്പൊ നമ്മൾ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കാം. എടാ ആദ്യം ഇവർ രണ്ടാളും സോൾവ് ചെയ്യണം അല്ലെ. ഇത് രണ്ടും നമ്മൾ ചെയ്ത് നോക്കണം. അത് രണ്ടും ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടുക 2 into 6/2 plus 6. 2 into 6 എത്രടാ 18 18/2 plus 6 പറഞ്ഞാല് 2 into 6 പറഞ്ഞാൽ 12 അല്ലെ. 12/8 എന്ന് വരും അല്ലെ. 12/8 പറഞ്ഞാൽ 12ൽ എത്ര 8 ഉണ്ടാടാ 12ൽ എത്ര 8 ഉണ്ട് 1. ശിഷ്ടം ബാലൻസ് 4 വരും. 4ൽ 8 ഉണ്ടോ ഇല്ല അപ്പൊ 0.2. 40ൽ എത്ര 8 ഉണ്ട് 5 1.5 വരും. അപ്പൊ ഇത് ടോട്ടൽ എത്രടാ 1.5. പിന്നെ ഇവിടെ ഒരു 3 ഉണ്ട്. ഇത് രണ്ട് കൂട്ടല്ലേ നേരായ കൂട്ടല്ലേ. 1.5 plus 3 പറഞ്ഞാൽ എത്രടാ 4.5. അപ്പൊ ഇതാണ് നിങ്ങൾ വരച്ചു കൊടുക്കേണ്ട ചിത്രം. ഓക്കെ അങ്ങനത്തെ ഒരു ചോദ്യം ഇവിടെ നമുക്ക് നോക്കാം. ഇത് ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ഇയർ വന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ 3 എണ്ണം തന്നാണ്. ഓക്കെ ഏറ്റവും കുറഞ്ഞത് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചു. കുറഞ്ഞ പറയുമ്പോൾ എങ്ങനെ കണക്ട് ചെയ്യുന്നത് സമാന്തരാണ് പാരലൽ ആണ് അല്ലെ. എടാ ഇനി 6 ആണ് നമുക്ക് കിട്ടണ്ടേ. 6 ആണ് കിട്ടണ്ടേ. നമ്മൾ എന്ത് ചെയ്തോടാ വരച്ചു നോക്കണം. 1 രണ്ടെണ്ണം നേരെ വരച്ചു, ഒന്നിങ്ങനെ താഴോട്ട് വരച്ചു. ഓക്കെ ഏറ്റവും വലിയ നമ്പർ താഴെ കൊടുക്കാന്ന് നമ്മൾ പഠിച്ചു. 12 താഴെ കൊടുത്തു, 4 മുകളിൽ 8 ഇവിടെ കൊടുത്തു. എടാ ഇത് രണ്ടും കൂട്ടി നോക്കിയേ. ഇത് രണ്ടും കൂട്ടിയിട്ട് പറഞ്ഞേ. ഇത് രണ്ടും കൂട്ടിയാൽ 4a + 8 എത്ര വരും 12 കിട്ടും. മുകളിലും താഴെയും 12. അപ്പൊ 12 × 12 ഡിവൈഡ് ബൈ 12 + 12 ആൻസർ എത്ര ഇടാ 6 Ω വരും. അങ്ങനെയല്ലടാ നമുക്ക് കിട്ടണ്ടേ. യെസ് അപ്പൊ നമുക്ക് ആൻസർ ശരി. ഇതാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ 2 ചിത്രങ്ങൾ നിങ്ങൾ ശരിക്കും വേണമെങ്കിൽ പഠിച്ചേക്കാം. അങ്ങനെ തന്നെ ഓർത്ത് വെച്ചു. 4.5 ആണെങ്കിൽ ഇതും അതുപോലെ തന്നെ 6 ആണെങ്കിൽ ഇതും ഓർത്ത് വെച്ചു. കാരണം അതേ മിക്കവാറും വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ മക്കളെ അപ്പം ഇത് എത്രാമത്തെ ചോദ്യമായിരുന്നു. ഇത് 25 26ാമത്തെ ചോദ്യം. 26 ചോദ്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. അടുത്ത ചാപ്റ്ററിന്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. മക്കളെ കൃത്യമായിട്ട് പഠിക്കുക. അത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഡൗട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാം. അപ്പൊ മക്കളെ വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. നമുക്ക് വീണ്ടും വരാം. അതുപോലെ